ടീച്ചേഴ്സ് ഡയറി. കെമിസ്ട്രിയിൽ 4ാമത്തെ ചാപ്റ്ററായ മെറ്റൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലോഹ നിർമ്മാണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ആദ്യ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. നമുക്കറിയാം എല്ലാ മെറ്റൽസിന്റെയും ഓർസ് അല്ലെങ്കിൽ അതിന്റെ ധാതുക്കൾ ഓറുകളെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇനി ആ കിട്ടുന്ന അയിരിൽ നിന്ന് നമുക്ക് ലോഹത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ വേർതിരിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെറ്റലർജിയിൽ മെയിൻ ആയിട്ട് 3 സ്റ്റെപ്സ് ആണ് വരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് അയിരുകളുടെ സാന്ദ്രണം, രണ്ടാമത്തേത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ, പിന്നെ ലോഹത്തിന്റെ ശുദ്ധീകരണം. അപ്പൊ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞു? അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, നമ്മൾ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് പ്രധാനമായും 2 ഘട്ടങ്ങളാണ് വരുന്നത്. 2 ഘട്ടങ്ങളായിട്ടാണ് ഇതിൽ ലോഹത്തെ വേർതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഇറ്റ്സ് ഓക്സൈഡ്. നമ്മൾ അതിനെ കൺവേർഷൻ ഓഫ് എക്സ്ട്രാക്റ്റഡ് ഓർ, എക്സ്ട്രാക്ട് ചെയ്ത ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ഓക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതായത് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ്. നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റി അതിനെന്ത് ചെയ്യണം? റിഡക്ഷൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണം. അതായത് ഈ ഓക്സൈഡുകളെ വിവിധ നീരോക്സികാരികൾ ഉപയോഗിച്ച് നീരോക്സീകരിക്കുന്നു. അപ്പൊ ഈ 2 സ്റ്റെപ്പുകൾ കഴിയുമ്പോഴാണ് നമുക്ക് ഈ 2 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഇതിന് ആദ്യത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ 2 മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ്. അപ്പൊ ഈ കാൽസിനേഷനും റോസ്റ്റിംഗും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ഇനി കാൽസിനേഷൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എയർ ഉണ്ടാവാൻ പാടില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയറിലാണ് നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി റോസ്റ്റിംഗ് ആണെങ്കിലോ ഇൻ ദ പ്രസൻസ് ഓഫ് എയറിലാണ്. അപ്പൊ ചെയ്യുന്നത് ഒരേ കാര്യമാണ്, പക്ഷെ കണ്ടീഷൻ എന്താണ്? കാൽസിനേഷന്റെ കേസിൽ ആബ്സെൻസ് ഓഫ് എയർ, എയർ ഇല്ലാതെയാണ് ചെയ്യുന്നത്, വായുവിന്റെ അസാന്നിധ്യത്തിലാണ് ചെയ്യുന്നത്. റോസ്റ്റിംഗ് ആണെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, വായുവിന്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി എന്താണ് ചെയ്യുന്ന പ്രോസസ്? heating concentrated or at a temperature below its melting point. അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ തൊട്ട് താഴെയുള്ള താപനിലയിൽ അതിനെ ചൂടാക്കുന്നു. അപ്പൊ ഇങ്ങനെ ചൂടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാൽസിനേഷൻ, റോസ്റ്റിംഗ്. രണ്ടും ഒന്ന് തന്നെയാണ്. കണ്ടീഷൻ എന്ത് മാത്രം ഡിഫറൻസ് എന്ന് പറയുന്നത് കാൽസിനേഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയറിലും റോസ്റ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് എയറിലുമാണ്. ഇനി ഏതൊക്കെ തരം അയിരുകളെയാണ് കാൽസിനേഷൻ ചെയ്യുന്നത്, ഏതൊക്കെ തരം അയിരുകളെയാണ് റോസ്റ്റിംഗ് ചെയ്യുന്നത്? ഇനി നമ്മുടെ അയിരുകൾ ഹൈഡ്രോക്സൈഡ്സ് ആണെങ്കിലും അതിന് കാർബണേറ്റ് ഓസ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് കാൽസിനേഷൻ എന്ന പ്രോസസ്സാണ്. ഇനി സൾഫൈഡ് ഓസ് ആണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റോസ്റ്റിംഗ് എന്ന മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. കാൽസിനേഷൻ ആയാലും റോസ്റ്റിംഗ് ആയാലും നമ്മൾ ചെയ്യുന്നത് എന്താണ്? മെൽറ്റിങ്ങിന് തൊട്ട് താഴെയുള്ള താപനിലയിൽ അതിനെ ചൂടാക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ബാഷ്പശീലമുള്ള മാലിന്യങ്ങൾ, അതായത് ജലാംശമോ മറ്റ് ജൈവ പദാർത്ഥങ്ങളോ അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് വേപ്പറായിട്ട് പോകും. ഓക്കെ, അപ്പോൾ മോയ്സ്ചർ അതിൽ പ്രസന്റ് ആയിട്ടുള്ള മോയ്സ്ചർ ഒക്കെ അത് വേപ്പറൈസ് ചെയ്ത് പോകും. പിന്നെ ജലാംശം, ജൈവ പദാർത്ഥങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ സൾഫർ അങ്ങനെയുള്ള ഫോസ്ഫറസ് പോലുള്ള ബാഷ്പശീലമുള്ള മാലിന്യങ്ങളാണെങ്കിൽ അതും ഇതിൽ നിന്ന് ബാഷ്പമായിട്ട് പോകുന്നുണ്ട്. ഇനി മെറ്റൽ കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ് ഓസും ഒക്കെ എന്ത് ചെയ്യും? ഓക്സൈഡ്സ് ആയി കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ സൾഫൈഡ് ഓറുകൾ ഓക്സിജനുമായിട്ട് ചേർന്ന് എന്തുണ്ടാവും? ഓക്സൈഡ്സ് ഫോം ചെയ്യും. അപ്പൊ ഇതിന് എക്സാമ്പിൾ ZnCO3 ഇവിടെ Cu2S ആണ്. അപ്പൊ ഈ രീതിയിലാണ് കാൽസിനേഷനും റോസ്റ്റിംഗും നടത്തുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് നമുക്ക് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്സ്. നമ്മൾ നേരത്തെ ഓക്സൈഡ്സ് ആക്കി മാറ്റി, ഇനി ആ ഓക്സൈഡ്സിനെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടണം അല്ലെ? അപ്പൊ ഈ ഓക്സൈഡ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വിവിധ നിരോക്സികാരികൾ ഉപയോഗിച്ച് അതിനെ നിരോക്സീകരിക്കുന്നു. അതിന് റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ച് അതിനെ റെഡ്യൂസ് ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ നമുക്കറിയാം മെറ്റൽസ് എപ്പോഴും റിയാക്ടിവിറ്റി കൂടുതലുള്ളവയാണ്. അപ്പൊ ഈ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽസ് നമ്മൾ കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത് അതെന്താ ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംയുക്തങ്ങളിൽ അല്ലെങ്കിൽ കോമ്പൗണ്ട്സിൽ നമുക്ക് ഈ മെറ്റൽസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. കാരണം നമ്മൾ ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തുകൊണ്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ചാർജാണ് കിട്ടുന്നത്, പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസിനെ നമുക്ക് എന്ത് ചെയ്യണം, വിട്ടുകൊടുത്ത ഇലക്ട്രോൺസിനെ തിരിച്ചു കിട്ടിക്കൊണ്ട് അതെന്തായി മാറണം, മെറ്റൽസ് ആക്കിയിട്ട് മാറ്റണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിരോക്സികാരികൾ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ച് അതിനെ റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് എന്തൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഈ മെറ്റലിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ച് വേണം നമ്മൾ അതിൽ നിരോക്സികാരികൾ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻസിനെ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നിരോക്സികാരികൾ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നിരോക്സികാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മെറ്റൽസിന്റെ കോമ്പൗണ്ട്സിൽ നിന്ന് മെറ്റൽസിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് തന്നെ വേണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഒക്കെ ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇലക്ട്രിസിറ്റി റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കണം. ഇനി റിയാക്ടിവിറ്റി കുറഞ്ഞ അയൺ, സിങ്ക്, പിന്നെ അയണിന്റെ തന്നെ ഓറായിട്ടുള്ള ഹെമറ്റൈറ്റ്, ഇതിന്റെയൊക്കെ നിരോക്സീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡോ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് ഏതൊക്കെ റെഡ്യൂസിങ് ഏജൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് സോഡിയത്തിനോ പൊട്ടാസ്യത്തിനോ കാൽസ്യത്തിനോ ഒന്നും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല, കാർബൺ മോണോക്സൈഡോ ഉപയോഗിക്കാറില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരോക്സികാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്. രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇവിടെ Fe2O3 നമുക്കറിയാം ഹെമറ്റൈറ്റ് ആണ്. ഹെമറ്റൈറ്റിനെ നിരോക്സീകരിക്കാൻ വേണ്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. ദെൻ അയണും കാർബൺ ഡയോക്സൈഡുമാണ് ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ സിങ്ക് ഓക്സൈഡിനെ നിരോക്സീകരിക്കാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കാർബൺ ഉപയോഗിക്കുന്നു. സിങ്കും കാർബൺ മോണോക്സൈഡുമാണ് ഫോം ചെയ്യുന്നത്. മെറ്റലർജിയിലെ അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണത്തിലെ 2 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ് അഥവാ ലോഹ ശുദ്ധീകരണം. അപ്പൊ നമ്മൾ അവസാനത്തെ സ്റ്റേജിലെത്തി. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, the metal obtained by reduction may contain metal oxides, other metals and small quantities of non-metals as impurities. അതായത് നമുക്ക് ഇവിടെ റിഡക്ഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന മെറ്റലില് ചിലപ്പോൾ മറ്റ് ലോഹങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ നോൺ മെറ്റൽസ് ചെറിയ അളവിൽ അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഇതിൻ്റെയൊക്കെ സാന്നിധ്യം ഉണ്ടാകും. അപ്പൊ ഇതിലെ കൂടെ മാറ്റി നമുക്ക് പ്യുവർ ആയിട്ടുള്ള മെറ്റൽ അല്ലെങ്കിൽ ലോഹം നമുക്ക് കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പൊ ഈ റിഫൈനിങ് ഓഫ് മെറ്റൽസ് ചെയ്യാനായിട്ട് 3 മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് മെറ്റൽ ആൻഡ് ഇംപ്യൂരിറ്റി. അതിൽ ആ മെറ്റലും ആ മെറ്റലിന്റെ അടങ്ങിയിരിക്കുന്ന ഇംപ്യൂരിറ്റിയും രണ്ടിന്റെയും സ്വഭാവ സവിശേഷതകൾ അനുസരിച്ച് വേണം ഈ ശുദ്ധീകരണം നടത്താനുള്ള മെത്തേഡ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന 3 മെത്തേഡ്സ് ഇതൊക്കെയാണ്: ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ ഉരുക്കി വേർതിരിക്കൽ, ദെൻ ഡിസ്റ്റിലേഷൻ എന്നുള്ളത് സ്വേദനം, ദെൻ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. അപ്പൊ ഈ 3 മെത്തേഡ്സ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെയാണ് ലിക്വേഷൻ. ലിക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ശുദ്ധീകരിക്കുന്നത് ഏത് തരം മെറ്റൽസിനെയാണ്? ദ്രവനാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള മെറ്റൽസിനെയാണ് നമ്മൾ ഈ രീതി ഉപയോഗിക്കുന്നത്. അപ്പൊ ദ്രവനാങ്കം കുറഞ്ഞ അല്ലെങ്കിൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ആയിട്ടുള്ള ടിന്നും ലെഡും. ഓക്കെ, അപ്പൊ ടിന്നും ലെഡ് പോലെയുള്ള മെറ്റൽസിനെയാണ് നമ്മൾ ഈ രീതിയിൽ ശുദ്ധീകരിച്ചെടുക്കുന്നത്. അപ്പൊ അതിലെന്താണ്, ഈ ടിൻ ലെഡ് പോലെയുള്ള മെറ്റൽസിൽ നമുക്ക് എന്തുണ്ടാവും, മറ്റ് മെറ്റൽസ് ഉയർന്ന ദ്രവനാങ്കമുള്ള അല്ലെങ്കിൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മറ്റ് മെറ്റൽസോ അല്ലെങ്കിൽ അവയുടെ ഓക്സൈഡുകളോ ഒക്കെ ഇംപ്യൂരിറ്റീസ് ആയിട്ട് അവിടെ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ ലിക്വേഷൻ അഥവാ ഉരുക്കി വേർതിരിക്കൽ എന്ന പ്രോസസ്സ് ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ സാധിക്കും. അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്:
ഒരു ഫെർണസിന്റെ ഇൻക്ലൈൻ പ്ലെയിനിൽ നമ്മൾ, അതായത് ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ മെറ്റലിനെ ചൂടാക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും, വളരെ താഴ്ന്ന ദ്രവണാങ്കമുള്ള അല്ലെങ്കിൽ വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റലിനെയാണ് നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മെറ്റൽസ് എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ തന്നെ ഉരുകി താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ ഉയർന്ന ദ്രവണാങ്കമുള്ള അല്ലെങ്കിൽ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ഉള്ള, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യമുള്ള മെറ്റൽ ഉരുകി താഴേക്ക് വന്നാൽ നമുക്ക് അതിനെ കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്യൂർ മെറ്റൽ നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന്റെ ഇംപ്യൂരിറ്റീസ് എല്ലാം ഉരുകാതെ മുകളിൽ തന്നെ അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ലിക്വേഷൻ അല്ലെങ്കിൽ ഉരുക്കി വേർതിരിക്കുക എന്നുള്ള പ്രോസസ്സ്. രണ്ടാമത്തെ മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. അപ്പൊ ഏത് തരം മെറ്റൽസിനെയാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് പ്യൂർ ആക്കുന്നത് അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിച്ച് റിഫൈൻ ചെയ്യുന്ന മെറ്റൽസ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത ലോ ബോയിലിംഗ് പോയിന്റ് അഥവാ കുറഞ്ഞ തിളനിലയുള്ള മെറ്റൽസിനെയാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് റിഫൈൻ ചെയ്യുന്നത് അഥവാ ശുദ്ധീകരിക്കുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. അപ്പൊ അത് മറക്കരുത്, സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവയുടെയൊക്കെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. അപ്പൊ ഇത്തരം മെറ്റൽസിനെയാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് റിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ശുദ്ധീകരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഈ മെറ്റലിനെ നമ്മൾ അത് ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു റിട്ടോട്ടിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മെറ്റലിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് അഥവാ തിളനില വളരെ കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ബോയിൽ ചെയ്യുന്നു, അത് ബാഷ്പമായിട്ട് മാറുന്നു. അപ്പൊ ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ള അപദ്രവ്യങ്ങളായിരിക്കും ഇതിന്റെ കൂടെ എന്നുണ്ടെങ്കിൽ അപദ്രവ്യങ്ങൾ ബോയിൽ ചെയ്യാതെ അല്ലെങ്കിൽ ബാഷ്പമായി മാറാതെ ഈ റിട്ടോട്ടിൽ തന്നെ അവശേഷിക്കുന്നു. ഈ മെറ്റൽ, ഈ പ്യൂർ ആയിട്ടുള്ള മെറ്റൽ എന്ത് പറ്റും, അത് വേപ്പറൈസ് ചെയ്യും. അപ്പൊ ഈ വേപ്പറിനെ നമുക്ക് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് നമുക്ക് പ്യൂർ ആയിട്ടുള്ള മെറ്റലിനെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറി പോലെയുള്ളവയെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഈ മെറ്റൽ ഈ മെറ്റൽ മാത്രം വേപ്പറൈസ് ചെയ്യുന്നു. ഈ വേപ്പറിനെ കണ്ടൻസ് ചെയ്താൽ നമുക്ക് പ്യൂർ ആയിട്ടുള്ള മെറ്റൽ കിട്ടും. അപ്പൊ ഏതൊക്കെയാണ് ഈ തിളനില കുറഞ്ഞ മെറ്റൽസ് എന്നുള്ളത് ഓർത്ത് വെക്കുക, സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി. മൂന്നാമത്തെ മെത്തേഡാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് അഥവാ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നത് കോപ്പർ, സിൽവർ തുടങ്ങിയ മെറ്റൽസിനെയാണ്. എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മുൻപത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ശുദ്ധീകരിക്കേണ്ട മെറ്റൽ, അതായത് നമ്മൾ ശുദ്ധീകരിക്കേണ്ട കോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ കോപ്പറിന്റെ ദണ്ടിനെ, ശുദ്ധീകരിക്കേണ്ട ദണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ആനോഡ് ആക്കി സെറ്റ് ചെയ്യും. ആനോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കാഥോഡ് ആണെങ്കിലോ നെഗറ്റീവ് ടെർമിനലുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പൊ കാഥോഡായിട്ട് എടുക്കേണ്ടത് എന്തായിരിക്കും, വളരെ നേർത്ത കോപ്പറിന്റെ, ശുദ്ധമായ കോപ്പറിന്റെ ഒരു തകിടായിരിക്കണം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കാഥോഡായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ആനോഡ് കിട്ടി, കാഥോഡ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇലക്ട്രോലൈറ്റ് വേണം അല്ലെ. അപ്പൊ ഇലക്ട്രോലൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, കോപ്പറിന്റെ തന്നെ ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ കോപ്പറിന്റെ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് ആണ് എടുക്കുന്നത്. അതിൽ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, സൾഫ്യൂരിക് ആസിഡ് H2SO4 കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ, ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്. ഇനി നമുക്ക് ഇവിടെ എന്താണ് നടക്കുന്ന പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെയാണ് നമുക്ക് ശുദ്ധീകരിക്കേണ്ട കോപ്പർ ഉള്ളത്. അപ്പൊ ഈ കോപ്പറിൽ കൂടാതെ ഇതിൽ അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസും ഉണ്ടാവും, അതിൽ മറ്റ് മെറ്റൽസ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് പലതരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് ഇവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിൽ കോപ്പർ എന്ത് ചെയ്യും, ഈ കോപ്പർ ആറ്റംസ് എന്ത് ചെയ്യും, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് കോപ്പർ പോസിറ്റീവ് അയോൺസ് ആയിട്ട് നമ്മൾ ഈ ഇലക്ട്രോലൈറ്റിലേക്ക് വരും. ഓക്കെ, അപ്പൊ 2 ഇലക്ട്രോണിനെ വീതം ഇവർ വിട്ടുകൊടുക്കുന്നുണ്ട്. ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇതിലൂടെ പാസ് ചെയ്ത് നമ്മുടെ കാഥോഡിൽ എത്തും. അപ്പൊ സൊല്യൂഷനിൽ ഉണ്ടായിരുന്നത് Cu2+ അയോൺസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ Cu2+ അയോൺസ് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പൊ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഇലക്ട്രോൺസ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺസിനെ സ്വീകരിച്ചുകൊണ്ട് Cu ആറ്റംസ് ആയിട്ട് ഈ പ്യൂർ ആയിട്ടുള്ള കാർബൺ ദണ്ടിൽ പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക, ഈ കാർബൺ ദണ്ട്, ഇത് വലിയൊരു കാർബൺ ദണ്ടായിരിക്കും, കാരണം അതിനെയാണ് നമുക്ക് ശുദ്ധീകരിക്കേണ്ടത്. അപ്പൊ ഈ കാർബൺ ദണ്ട് ശോഷിച്ചു വരുന്നു. ഇതിലുള്ള ഇംപ്യൂരിറ്റീസിന് എന്ത് സംഭവിക്കും, ഈ ഇംപ്യൂരിറ്റീസിൽ നമുക്ക് മറ്റു ലോഹങ്ങൾ, ചിലപ്പോഴൊക്കെ ഗോൾഡ് പോലെയുള്ള വിലപിടിപ്പുള്ള മെറ്റൽസും ഇതിൽ ഇംപ്യൂരിറ്റീസ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പൊ ഈ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽസ് ഇതിനെ നമ്മൾ താഴെ അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് ആനോഡ് മഡ് എന്നാണ്. അപ്പൊ ഈ ആനോഡ് മഡ് ഇംപ്യൂരിറ്റി ഇവിടെ
താഴേക്ക് അടിഞ്ഞുകൂടുന്നു. ദെൻ ഇതിലെ പ്യുവർ ആയിട്ടുള്ള കോപ്പർ ആറ്റംസ് എവിടെ എത്തും? ഇവിടെ ശുദ്ധമായ അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു നേരത്തെ ദണ്ട് കോപ്പറിന്റെ വെച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ കാഥോഡ്. ഈ കാഥോഡിലേക്ക് വന്നടിയുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ ദണ്ടിന്റെ വണ്ണം കൂടി വരും, അതിന്റെ വലിപ്പം കൂടി വരുന്നു, ഇത് ശോഷിച്ച് അല്ലെങ്കിൽ ചെറുതായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോപ്പറിനെ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ റിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ശുദ്ധീകരിക്കേണ്ട കോപ്പറിനെയാണ് നമ്മൾ ആനോഡായിട്ട് സെറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? കോപ്പർ ആറ്റംസ് 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തുകൊണ്ട് Cu2+ അയോൺസ് ആയിട്ട് മാറുന്നു. ദെൻ ഇവിടെ കാഥോഡിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ Cu2+ അയോൺസ് 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചുകൊണ്ട് Cu ആറ്റംസ് ആയിട്ട് മാറി കാഥോഡിൽ അടിഞ്ഞുകൂടുന്നു. അപ്പൊ അവിടെ പ്യുവർ ആയിട്ടുള്ള മെറ്റൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? കാഥോഡാണ് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള കോപ്പർ മെറ്റൽ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇതിന്റെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണം എങ്ങനെയാണ് നടത്തുന്നത്, എത്ര സ്റ്റെപ്സ് അതിലുണ്ട്, അതിനൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോയിലും ഈ വീഡിയോയിലുമായിട്ട് പഠിച്ചത്. അപ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചതാണ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി. ഇതിലെ മെറ്റൽസിന്റെ സ്ഥാനവും അതുപോലെ ഈ മെറ്റലർജിയിൽ അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണത്തിൽ ഉപയോഗിക്കുന്ന മാർഗങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം. ഓക്കെ, നമുക്കറിയാം ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് എപ്പോഴും വളരെ എളുപ്പത്തിൽ തന്നെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നവയാണ്. ഓക്കെ, അപ്പൊ അതിനെ റെഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ നിരോക്സീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് തന്നെ നമുക്ക് വേണ്ടി വരും. അപ്പൊ ക്രിയാശീലം കൂടിയ മെറ്റൽസിന് എക്സാമ്പിൾ ആണ് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഇവയൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ലോഹങ്ങളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള നിരോക്സീകാരികൾ തന്നെ നമുക്ക് വേണം. നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, ഇനി റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആണ് സിങ്ക്, അയൺ അതുപോലുള്ളവ. അപ്പൊ ഇതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് അത്ര സ്ട്രോങ് അല്ലാത്ത റെഡ്യൂസിങ് ഏജൻസ് നമുക്ക് ഉപയോഗിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻസ് കാർബൺ മോണോക്സൈഡ് ഇവയൊക്കെയാണ്. അപ്പൊ ചിലപ്പോൾ എക്സാമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദിക്കാം, എന്തുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡോ ഉപയോഗിച്ച് സോഡിയം, പൊട്ടാസ്യം പോലുള്ള മെറ്റൽസിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് ഈ സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം ഇവയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വളരെ എളുപ്പത്തിൽ റിയാക്ഷനിൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നവയാണ്. അതുകൊണ്ട് അവയെ റെഡ്യൂസ് ചെയ്യാൻ എന്ത് വേണം? ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് തന്നെ വേണം. അതുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക. അടുത്ത നമുക്ക് ഇരുമ്പിന്റെ വ്യാവസായികമായിട്ടുള്ള നിർമ്മാണമാണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.